ഹായ് ഗൈസ്, ഞങ്ങൾ ഇന്നൊരു യാത്ര പുറപ്പെട്ടതായിരുന്നു വണ്ടൂരിലേക്ക്. അപ്പോൾ യാദൃശ്ചികമായിട്ടാണ് ഞങ്ങളൊരു കാഴ്ച കാണാൻ ഇടയായത്. കാരണം ധാരാളം ചെണ്ടുമല്ലിപ്പൂക്കളുള്ള ഒരു സ്ഥലം. അവിടേക്കാണെങ്കിൽ ഇഷ്ടം പോലെ ആളുകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങൾ ഞങ്ങളുടെ വണ്ടി നിർത്തി, എന്നിട്ട് അത് കാണാൻ വേണ്ടി അങ്ങോട്ട് ചെന്നു. അപ്പോഴാണ് കവാടത്തിൽ എഴുതി വച്ചിരിക്കുന്നത് വണ്ടൂർ സർവീസ് സഹകരണ ബാങ്കിൻ്റെ കീഴിലുള്ള താണ് ഈ തോട്ടം. അത് അംബേദ്കർ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൻ്റെ കവാടത്തിലാണ് ഇത് പോവേണ്ടത്. അവിടെ ആ കോമ്പൗണ്ടിലാണ് ഈ ചെണ്ടുമല്ലിത്തോട്ടം. 2 നിറങ്ങളിലുള്ള ചെണ്ടുമല്ലികളാണ് നമുക്കവിടെ കാണാൻ കഴിഞ്ഞത്. ഒരുപാട് മഞ്ഞ നിറത്തിലുള്ളതും പിന്നെ ചുവപ്പ് നിറത്തിലുള്ളതുമായ ചെണ്ടുമല്ലിപ്പൂക്കൾ. പക്ഷെ നമ്മുടെ ഈ ചെണ്ടുമല്ലിപ്പൂക്കൾ ഇവിടെ സാധാ കാണുന്ന ചെണ്ടുമല്ലിപ്പൂക്കളെ പോലെയല്ല നമ്മളിത് കണ്ടത്. നല്ല ഭംഗിയുള്ള എന്തോ ഒരു അടുപ്പിച്ചടുപ്പിച്ചുള്ള ഇതളുകളുള്ള പൂക്കളാണ്. പക്ഷേ ഒരാൾക്ക് 20 ടിക്കറ്റാണ്. ഒരാൾക്ക് 20 ടിക്കറ്റിൻ്റെ വില 20 രൂപയാണ്. കുട്ടികൾക്ക് കുറവാണ്. പിന്നെ അതിൻ്റെ ഉള്ളിൽ പൂക്കൾ തൊടാനോ വാസനിക്കാനോ പറ്റില്ല. ഈ 3 പേര് അവിടെ ഇത് നോക്കി നടക്കുന്ന ആൾക്കാരാണ്. പൂവുകൾ കുറേ എണ്ണം നിലത്ത് വീണ് കിടക്കുന്നുണ്ട്. ഇതൊക്കെ എടുക്കാൻ പറ്റുമോ എന്ന് ഞാൻ അവരോട് ചോദിക്കുന്നുണ്ട്. അവരോട് പല കാര്യങ്ങളും ചോദിക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഞാൻ നിലത്ത് കുറേ പൂക്കൾ വീണ് കിടക്കുന്നുണ്ട്. ആ പൂക്കളൊന്നും ആരും എടുക്കാൻ പാടില്ല. ഒരാൾ എടുത്തു കഴിഞ്ഞാൽ മറ്റുള്ളവർ എടുത്തു പോവും. അതുകൊണ്ട് ആർക്കും എടുക്കാൻ സമ്മതിക്കില്ല എന്നപ്പോൾ അവർ പറയുന്നത്. പക്ഷെ ഞാൻ കുറേ എണ്ണം സിക്കിയിട്ടുണ്ട് അവർ കാണാതെ. പിന്നെ അതിൻ്റെ വിത്ത് നല്ല ഉണങ്ങി കിടക്കുന്ന വിത്തുകളുണ്ട്. ആ വിത്താണ് ഞാൻ എടുത്തത്. അങ്ങനെ അത് ഒരുപാട് ഇങ്ങനെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കാണാൻ. ഫോട്ടോസൊക്കെ ധാരാളം എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെയൊക്കെ. കുട്ടികൾക്കൊക്കെ നല്ല സന്തോഷം. ഇങ്ങനെ കുട്ടികൾ പലതും കരയുന്നുണ്ട് അവിടെ നിന്ന് ആ പൂക്കളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷെ അത് തൊടാനോ വാസനിക്കാനോ പറ്റില്ല. കാരണം ഫ്രഷായിരിക്കാൻ വേണ്ടിയിട്ട് അതിലൊരു മരുന്ന് തളിക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ആരും കൈകൊണ്ട് തൊടരുതെന്ന് പറഞ്ഞു. പിന്നെ പറിക്കരുതെന്നും പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ തൊടാതെയും പറിക്കാതെയും അങ്ങനെ നടന്ന് കാണുന്നുണ്ട് കുട്ടികളൊക്കെ. ഒരുപാട് വൈകുന്നേരമായിരുന്നു ഞങ്ങൾ പോയിരുന്നത്. അപ്പോൾ ഒരുപാട് ആൾക്കാരൊക്കെ അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പലതരം കച്ചവടങ്ങളും അവിടെ നടക്കുന്നുണ്ട് ആ കവാടത്തിൽ. ആ കോളേജിൻ്റെ കവാടത്തിൽ തന്നെയാണ്. അതിലൂടെയാണ് അങ്ങോട്ട് കയറി പോവുക. അപ്പം അതിൻ്റെ സമീപത്തായിട്ട് കുറേ ഐസ്ക്രീമും പിന്നെ കുറേ ഫ്രൂട്ട്സ് അതുപോലെയുള്ള കുറേ സാധനങ്ങളൊക്കെ അവിടെ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട്. അങ്ങനെ കുട്ടികൾക്ക് ആവശ്യമുള്ള എന്ത് സാധനമാണെങ്കിൽ അവിടെ കിട്ടും. അങ്ങനെ ഞങ്ങളിങ്ങനെ അതൊക്കെ പരിപാടി കണ്ടുകൊണ്ടിങ്ങനെ നടന്ന് ചുറ്റി കാണാൻ ഒരുപാട് സ്ഥലത്തുണ്ട് ഇത് കാണാൻ. നമുക്ക് നടന്നാൽ അങ്ങോട്ട് എത്തില്ല, അത്രയ്ക്കുണ്ട്. നടന്ന് പോകണമെങ്കിൽ അല്പം ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഏതായാലും ടിക്കറ്റ് എടുത്തതല്ല വിചാരിച്ച് ഒരുപാട് അങ്ങനെ നടന്ന് സംഗതികളൊക്കെ കണ്ട് ഒരുപാട് ഫോട്ടോസ് എടുത്ത് അങ്ങനെ പിന്നെ വീട്ടിലേക്ക് പോകാൻ നോക്കുകയാണ്. ഇപ്പം ഞങ്ങൾ ഇത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങളുടെ യാത്ര തുടർന്ന് പോവുകയാണ്.